ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ചവ്വരി പായസത്തിന്റെ റെസിപ്പിയാണ്. ചവ്വരി എന്ന് പറഞ്ഞാൽ സാഗോ റൈസ്. ഇത് എൻ്റെ നാട്ടിൽ സാബുവിനരി എന്നാണേ പറയല്. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പായസമാണ്. അതേപോലെ കുടിക്കാനും നല്ല ടേസ്റ്റ് ഉള്ള ഒരു പായസമാട്ടോ ഇത്. അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അര കപ്പ് ചവ്വരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം തന്നെ നമുക്കൊന്ന് കഴുകി എടുത്തിട്ട് വരാം. ഞാനിതാ കഴുകി എടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് പുതിർത്തി വെക്കാം. ഞാനിപ്പം 1 മണിക്കൂർ വെക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെ 1 മണിക്കൂർ എന്തായാലും പുതിർത്തി വെക്കാം. അപ്പൊ ഇതാ 1 മണിക്കൂറിന് ശേഷം നമുക്കിനി ഇതൊന്ന് വേവിച്ചിട്ടെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പുതിർത്തി വെച്ച ആ ചവ്വരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം അര കപ്പ് ചവ്വരി എടുത്തത്. അര കപ്പ് ചവ്വരിക്ക് അതിലേക്ക് ഞാൻ 1/2 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതാ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം. ചവ്വരി വേവിക്കുന്ന സമയത്ത് മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിം ആ ഒരു ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ പാനിൽ പറ്റി പിടിക്കും അത്. അപ്പൊ ഇതാ ഈ ഒരു രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ ചവ്വരി ഒരു ട്രാൻസ്പെറന്റ് ആവുന്ന ആ ഒരു രീതിയിലേക്ക് എത്തുന്ന വരെ ഈ ഒരു രീതിയിൽ ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പൊ ഇതാ ചവ്വരി ചെറുതായിട്ട് കളറിലൊന്ന് ചേഞ്ച് ആയിട്ട് ഇതാ ട്രാൻസ്പെറന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ ചവ്വരി ഇപ്പോൾ കുറച്ചൊന്ന് ഒരു ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു രീതിയിലാണ് ഉണ്ടാവാന്. അപ്പൊ നമുക്കിനി ഇതൊന്ന് ആ ഒട്ടിപ്പിടിക്കുന്ന അതൊന്ന് മാറ്റി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് സാധാ നോർമൽ വാട്ടർ ഇതിന് മേലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നമുക്കൊന്ന് അരിച്ചിട്ടെടുക്കാം. അപ്പൊ ഇതാ ചവ്വരി മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു ഇത് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പൊ ഇതാ ഇനി ഞാനിതാ ഒരു പാത്രത്തിൽ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പം 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ പാലിലേക്ക് 1 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് 2 കപ്പ് പാലാട്ടം എടുത്തത്. അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാല് ചേർക്കുന്നതിന്റെ നേരെ പകുതി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ഞാൻ ഇത്രയും ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. അപ്പൊ ഈ ഒരു ടൈമിന് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും 1/4 കപ്പ് പഞ്ചസാരയായിട്ടാണ് ചേർക്കുന്നത്. ഒന്നുകിൽ പഞ്ചസാര മൊത്തത്തിൽ 1/2 കപ്പ് അങ്ങനെ ചേർക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ 1/4 കപ്പ് പഞ്ചസാര 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ആ ഒരു രീതി ചേർക്കാം. എന്നിട്ട് പാല് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചിട്ട് മാറ്റി വെച്ച് ആ ചവ്വരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കായൻ്റെ പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ 2 ഏലക്കായ എടുത്തിട്ട് കുത്തിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഉപ്പ് അങ്ങനെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അങ്ങനെ ഓവറായിട്ട് വറ്റിച്ചെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. പിന്നെ ഇതാ ഇതിലേക്ക് വറുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് RKG ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കാഷ്യൂ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടത് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന
ഒരു പായസമാണ്. ഇതെന്തായാലും തണുക്കുന്നേരം കുറച്ചും കൂടി ഒന്ന് കുറുകി വരും. അപ്പം എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇൻഷാ അള്ളാ വേറെ വീഡിയോ ആയിട്ട് കാണാം.